ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവമെന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ലിസ്റ്റുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിൽ ലിസ്റ്റുണ്ട്. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, കാപ്പ കേസ് പ്രതികൾ, ഇവരെല്ലാം പോലീസ് കർശനമായ അവരുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല, ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയ സംരക്ഷണം കിട്ടിയിട്ടുണ്ടോ? ഏത് സംരക്ഷണം കിട്ടിയാലും ഇത്തരം ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, ഒരു സംശയവും വേണ്ട കാര്യം. ഇദ്ദേഹം കണ്ണൂരെത്തി എന്ന് പറയുന്നു. കാരണം ഇത്ര ദൂരം സഞ്ചരിക്കുന്നു, അതിനുശേഷം CCTV വിഷ്വൽസ് പുറത്തു വരുന്നു. അങ്ങനെ ഗുണ്ടകൾക്ക് കേരളത്തിൽ ഒരു സ്വൈര്യവിഹാരം നടത്താനുള്ള സാഹചര്യം. കേരളം ഗുണ്ടകളുടെ പർദീസയല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്. കുറേ ആളുകൾ ഇറങ്ങി മനഃപൂർവ്വമായി കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണ്. അവരാരായാലും ശരി. ഇപ്പോൾ അവരുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന് തെളിഞ്ഞല്ലോ. 2-3 ദിവസമായിട്ട് എന്തോ ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഇതൊന്നും ആരും നിയമത്തിന് അതീതരല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും ഈ സംസ്ഥാനത്ത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു രാഷ്ട്രീയ സംരക്ഷണവും അതിനകത്തിൽ പ്രശ്നവുമല്ല. കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും വലിയ ഗുണ്ടാ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങളൊക്കെ വളരെ സജീവമാണ്. ഒരു സമാന്തര സംവിധാനമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ചില കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഏതായാലും ഞങ്ങൾ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഞങ്ങളാരും അവരെ വളർത്തിയിട്ടില്ല. അതിപ്പോൾ നിങ്ങൾ കണ്ടോ, അതുണ്ടാവും. അതുകൊണ്ട് ഞാൻ വളരെ മുന്നറിയിപ്പ് നൽകുകയാണ്. ജനങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കൊട്ടേഷൻ സംഘത്തെയും ഗുണ്ടാ സംഘത്തെയും വെച്ചു പുറപ്പിക്കില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു കാര്യം കൂടി, ഈ വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടാൻ ഒരു കാര്യം പറയുമ്പോഴാണ് എനിക്ക് അവർ തന്നെ നേരത്തെ മുൻ മുഖ്യമന്ത്രി തന്നെ അർജുൻ ആയങ്കിയെ തള്ളി പറഞ്ഞു, MV ജയരാജൻ തള്ളി പറഞ്ഞു. അവരാരും അവരോടൊപ്പം ഇല്ല എന്ന് തെളിഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് അന്വേഷിക്കേണ്ട കാര്യം? ഇങ്ങനെയുള്ള ആളുകളെ ആർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. ഇവരൊക്കെ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അവരെയൊന്നും ആരും സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളം അത്തരൊരു നാടല്ല. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന, ഗുണ്ടകൾ മാത്രമല്ല, ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, ഒരു സംശയവും വേണ്ട. നിയമപരമായി സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. അങ്ങനെ ജനജീവിതത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനെയും ഗുണ്ടയെയും കേരളത്തിൽ സ്വൈരവിഹാരം നടത്താൻ അനുവദിക്കില്ല. ആ കാര്യത്തിൽ വളരെ ശക്തമാണ് നിലപാട്. ഓപ്പറേഷൻ തൂഫാൻ നന്നായി പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഓണക്കാലത്തെ ഒരു ഇടപെടൽ അത് എത്തരത്തിലായിരിക്കും ഉണ്ടാവുക? ഓണക്കാലത്ത് ശക്തമായ നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധന്മാർ, ഗുണ്ടകൾ, ഗ്യാങ്ങുകൾ, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയകൾ, അവരെ കർശനമായി നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.